ജീവിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ നടക്കൂ. മരിച്ചു കഴിഞ്ഞിട്ട് വൽപ്പത്തര വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? ചിലരൊക്കെ അങ്ങനെ ഇരുന്ന് പറയുന്നത് കാണാം, അമ്മക്ക് മരിയക്കളിയിൽ ഇന്നോട് അതിന് ഏറ്റവും ഇഷ്ടം, ഞാനെന്തേലും കൊടുത്താലേ തിന്നതിനും എന്നോട് വർത്താനം പറയാനും ഉമ്മക്ക് ഇഷ്ടമെന്നു. നാം മരിക്കുന്നത് വരെ നല്ലോണം ഒരു വർത്താനം പറഞ്ഞ് നോക്കിയിട്ടുണ്ടാകും. ഇതൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാലോ. അപ്പൊ എനിക്കും പറയാം, എൻ്റെ അമ്മക്ക് ഇന്നോട് അതിനും ഭയങ്കര ഇഷ്ടം, ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു. അതെല്ലാ മക്കളെയും നോക്കിക്കണതാ. അതുകൊണ്ട് തന്നെ ഒരു കരുത്തുണ്ടാവണം, കൊടുക്കണം നമ്മളെ മക്കൾക്ക്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും പറയാണ്, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരിക്കലും, ഒരു മക്കൾക്കിടയിലും. അത് വിദ്യാഭ്യാസത്തിലാവട്ടെ, ചെറുപ്പ കാലഘട്ടമാവട്ടെ, വലുപ്പ കാലഘട്ടത്തിൽ. ഇപ്പം ഞാനൊരു അധ്യാപകനാണല്ലോ. അപ്പം ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ കുട്ടികളെയൊക്കെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചോ എൻ്റെ പഠന പ്രയാസങ്ങളൊക്കെ അങ്ങനെ പറയും. ആ സമയത്ത് ചില അമ്മമാരൊക്കെ ഇങ്ങനെ വരും പരാതി പറയാൻ. അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, എൻ്റെ ഈ കുട്ടീൻ്റെ അതല്ല, ഇതിനെ മൂത്ത കുട്ടി മോള് ഹന, ഹന ഓള് നല്ലോണം പഠിക്കുന്നല്ലോ. അപ്പൊ മൂപ്പത്തി തന്നെ പറയും, ആ ഓളിൻ്റെ മാതിരിയാ, ഇത് മൂപ്പരാതിരിയാ, പൊട്ടനാ. അങ്ങനല്ല, അത് മൂപ്പര മാതിരിയാന്ന് പറയാ. അങ്ങനെ ഒരു വേർതിരിവ്, ചെറുപ്പത്തിലെ വേർതിരിവ്, കൊടുക്കുന്നതിൽ, സ്നേഹിക്കുന്നതിൽ. ആ വേർതിരിവ് മക്കളെ മനസ്സിൽ വലുതായാലും മാറൂല. നിങ്ങൾ ഇന്ന് ചില ഭാര്യമാർക്കറിയേ, ചില ഭർത്താക്കന്മാർ പറയും, ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു, എന്നോടൊരു അകലായിന്, എപ്പോഴും എന്നോടൊരു അകലായിന് ഉമ്മക്ക് എന്ന് ഭർത്താവ് പറഞ്ഞത് കേട്ട് ഒരുപാട് ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം. ഇതേപോലെ തന്നെ ചില പെൺകുട്ടികളും പിയാപ്പിളാരോട് പറയും, ഉമ്മക്കല്ലെങ്കിലും എന്നോടൊരു പ്രത്യേകത ആയിരുന്നു, കറുത്തോൾ വെളുപ്പ് ഇതൊക്കെ നോക്കിയിട്ട്. അത് ഉമ്മാർക്ക് അല്ലെങ്കിൽ ചില മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമല്ല, മക്കളോട് വരെ ആ വേർതിരിവുണ്ട്. പേരക്കുട്ടികളോട് വരെ വെറുതെ ദേഷ്യം പിടിക്കുക. മോൻ്റെ മക്കൾ വന്നാൽ ഭയങ്കര തക്കാരായിരിക്കും. ആ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക, ആ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക, ആ മക്കൾക്ക് ഒളിച്ചും പാത്തിയിട്ട് മുട്ടായി ഉണ്ട കൊടുക്കുക. അത് മോളെ മക്കൾക്ക്. എന്നാൽ സ്വന്തം വീട്ടിൽ മോൻ്റെ മക്കളുണ്ടെങ്കിലോ ഒരു 5 പൈസൻ്റെ മുട്ടായിട്ട് കൊണ്ട കൊടുക്കുകയില്ല. എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായി ആപ്പിളേക്ക് തെറിയും വിളിച്ച് ഒച്ചപ്പാടും ഉണ്ടാകും. എല്ലാ വല്യാപ്പാരുമാരും അങ്ങനെയാന്നല്ലോ, നിങ്ങൾ മനസ്സിലിഞ്ഞ പ്രാകരുത്. ചില കുടുംബത്തിൽ അങ്ങനെയാണ്. മക്കളോടും മരിയക്കളോടും പേരക്കുട്ടികളോടും വരെ വെറുപ്പ്. എൻ്റെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മരിയക്കൾക്കിടയിൽ പോലും ആളും തരവും നോക്കി സ്നേഹിക്കുന്നവരുണ്ട്. നോമ്പ് തുറക്കാതെ നോമ്പൊക്കെ വരിക, ചില മരിയക്കളെ വീട്ടിലേക്ക് ആദ്യത്തെ 10ൻ്റെ ഉള്ളിൽ തന്നെ പോകും. ഇതൊക്കെ ഏത് നിയമമാണ്? അള്ളാഹു ആയാലും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൽ. ഇപ്പം പുതിയ നമ്മളെ നിയമങ്ങളാണല്ലോ. പുതിയ കല്യാണമാണെങ്കിൽ ആദ്യത്തെ 5ൻ്റെ ഉള്ളിൽ തുറപ്പിക്കണം. തുറപ്പിച്ചില്ലെങ്കിലോ ആ കുടുംബം പിന്നെ നന്നാക്കണേ 10 മധ്യസ്ഥം വേറെ പറയണം. എന്താ? ആദ്യത്തെ 5ൻ്റെ ഉള്ളിൽ വിളിക്കാൻ വന്നില്ല. ഇതാരേല? നമ്മളെ കൂട്ടത്തിലുള്ളവരിൽ. ഇതൊക്കെ അപ്പം കണക്ക്. ഞാൻ പറയാറുണ്ട്, എത്ര പുരോഗമനാന്ന് നമ്മൾ ചിന്തിച്ചാലും എത്രയോ അന്ധവിശ്വാസത്തിലാണ്. ഞാനിപ്പോൾ പുരണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ മനസ്സുകൊണ്ട് കണക്കൂട്ടിയായിരിക്കും, എന്ത് ഓള പുരേന്നായിരിക്കും ഇപ്പം കട്ടിലും അലമാരി മേശയും ചില്ലിട്ടം ഇതൊക്കെ. അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാലോ പിന്നെ ആ കുത്തുവാക്കായി, കൂർത്തവാക്കായി, മോശമായി. ഇത് നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓളമ്മ വരുമ്പോൾ അങ്ങനെ പറയും, ഇഞ്ച മോക്ക് ഞാൾ കൊടുത്തപ്പോൾ ഒന്നും നോക്കിയില്ല, ആടെ പോയി വാങ്ങിക്കൊടുത്തത്. ഇതെന്തിനപ്പോൾ പറയുന്നത്? ഇത് കേട്ടിട്ട് ഓളെ മനസ്സൊന്ന് ബേജാറാവണം. അവനാ കെട്ടിയോൻ്റെ പെണ്ണിൻ്റെ വാപ്പൻ്റെ മുതൽ കിട്ടണം ഓനൊരു പുര ഉണ്ടാക്കണമെങ്കിൽ, ഓൻ്റെ പുരയിലൊന്ന് കിടക്കാൻ കട്ടിൽ വാങ്ങണമെങ്കിൽ. ഇതൊക്കെ അപ്പോഴത്തെ നാട്ടുകടപ്പോയി. എന്ത് രസമാണെന്നറിയാവോ? 7ാം മാസത്ത് പള്ളാണാൻ പോവുക. അതൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉമ്മ പ്രസവിച്ചാൽ പോലും കാണാൻ പോവുകയില്ല. ഇതപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഇതൊക്കെ മതം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. നല്ല ദീനായിരിക്കും. ഖുർആൻ ക്ലാസ്സിൽ 1ാം തസ്ബിലുണ്ടാവും. പകുതി കണ്ണോടുകൂടി ഇങ്ങനെ കേട്ട് പഠിച്ച് പിറ്റേന്ന് മൊയ്യാർക്ക് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നാട്ടുകാരോട് പറയും, യാസീൻ ഞാൾ ഇന്നലെ തീർത്ത്. ഇതൊക്കെ ഒരു പവറാപ്പോ. ഖുർആൻ ക്ലാസ് എല്ലാവരും അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് പറയാറുണ്ട്, കോഴിക്കോട് ചിലർ പറയും തിങ്കളാഴ്ച അൻസാർ മൗലവിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച കെവിൻ്റെ ക്ലാസ്, ബുധനാഴ്ച ബഷീർ മൗലവിൻ്റെ ക്ലാസ്, വ്യാഴാഴ്ച മറ്റേ ഫർഹാനൻ്റെ ക്ലാസ്, വെള്ളിയാഴ്ച ജുമപ്പള്ളിയിൽ. പൊരയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളോ ചിലപ്പോൾ ഇയാപ്പിളാർ എൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, നിങ്ങളെ പ്രസംഗിക്കുമ്പോൾ ഭർത്താക്കന്മാരൊക്കെ നല്ലോണം നോക്കാൻ വേണ്ടി പ്രസംഗിക്കണം കേട്ടോ. അപ്പം ഞാൻ ചോദിക്കും, ഇതെന്താ അപ്പം ഇങ്ങനെ? അല്ല, ഒന്നുമില്ല, ഓള് നല്ല പെണ്ണൊക്കെ തന്നെയാണ്, നല്ല ദീനാ. പിന്നെ MGMൻ്റെ നാട്ടിലുള്ള ആ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒക്കെ പറയുമ്പോൾ മൂപ്പര് മുഖത്തിങ്ങനെ ഒരു പ്രകാശ. പിന്നെ ഒന്ന് ചിരിച്ചിട്ട് മൂപ്പര് പറയും, ഓള് തിങ്കളാഴ്ച പറയും അവിടെ മീറ്റിംഗ്, ചൊവ്വാഴ്ച പറയും CD ടവറിൽ, അല്ലെങ്കിൽ ബുധനാഴ്ച പറയും പുളിക്കലങ്ങാടിയിൽ, വ്യാഴാഴ്ച പറയും ഖുർആൻ ക്ലാസ്. എനിക്കിപ്പോൾ ഒരു വെള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു ദീനൊന്നുമില്ല. അവനാൻ്റെ പിയാപ്പിളനെ നോക്കിയിട്ട് അള്ളാൻ്റെ ദീനൊന്ന് പൂർത്തീകരിച്ചാൽ മതി. അവനാൻ്റെ ഭർത്താവിനെ നോക്കിയിട്ട് അള്ളാൻ്റെ ദീനിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. അതാ ഇസ്ലാം, അതാ ബന്ധം. കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ദുനിയാവിൽ പടച്ചോനല്ലാത്ത രാക്കുങ്ങൾ സുജൂദ് ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ ഭർത്താവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ചിന്തയിലും ആ മനോഹരമായ ജീവിത രീതികളിലൊക്കെ
തൻ്റെ മക്കളോടും ആ വേർതിരിവ് കാണിക്കാതെ സ്നേഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരായത്തിറങ്ങിയ സന്ദർഭമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ. ഞാനിത് പറയുന്ന കുറേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ ഇസ്ലാമിനെ ശരിക്കും അങ്ങോട്ട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്തോ വേണ്ടാത്ത വെച്ചുകെട്ടലും വേണ്ടാത്ത ചിന്തയും നമ്മളെ മനസ്സിലുള്ളത് കൊണ്ടാണ് കുടുംബം പോലും നശിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. ഈ സൈനബ റളിയല്ലാഹു തആല അൻഹക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു നടന്നപ്പം കുറച്ച് സഹാബാക്കൾ കൂടെ പോയി. എന്തെങ്കിലും കിട്ടും, സൈനബ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട്. അള്ളാഹിൻ്റെ റസൂലിനും അത് ഇഷ്ടമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ വെച്ച് സൈനബ റളിയല്ലാഹു തആല അൻഹ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി. റസൂലും സഹാബത്തും അത് തിന്നു. വീണ്ടും സഹാബാക്കൾ പോണില്ല, അവരവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി, നിങ്ങൾ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരുടേതായ സന്തോഷത്തിലേക്ക് വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ റസൂലിനെയും സൈനബ റളിയല്ലാഹു തആല അൻഹയെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അത് സഹാബത്തിനോട് മാത്രമുള്ളതല്ല, സർവ്വന്മാരോടും വാപ്പാരോടും ഇല്ല. മക്കൾ മാസത്തിൽ ഒരിക്കലെങ്ങാ മോൻ ഓളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പെങ്ങളെ വിളിച്ചറിഞ്ഞു കൊടുക്കും, ഓളെ സാരിത്തുപ്പിലാ പോന്. ഇതൊന്നാം തടിയാ. വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളങ്ങോട്ട് ഇടങ്ങേറാക്കുക, ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പെങ്ങന്മാരെ വിളിച്ചിരുത്തുക. അതുകൊണ്ടൊക്കെയാണ് നാത്തൂമാർക്ക് ആങ്ങളുടെ ഓളെ കണ്ടുകൂടാ, ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എല്ലാം അങ്ങനെയല്ലോ, എല്ലാ കുടുംബത്തിലും അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട. ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ചു കൊടുക്കണമെന്നാണ്. അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും. ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും. ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. ഓൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഓതി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിടുക എന്നൊക്കെ ഉള്ളത്, ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കടലക്കുട്ടായി കൊണ്ടുവരണം, പുളിയച്ചാറ് കൊണ്ടുവരണം എന്നൊക്കെ. അതൊന്നും തിന്നാത്തൊരു മനുഷ്യന്മാർ കൂട്ടത്തിലില്ല. തിരിച്ചു ഓൻ കൊണ്ടുവരുമ്പോൾ ഓളെ മുൻപിൽ ഉമ്മാൻ്റെ മുൻപിൽ വെച്ച് കൊടുക്കാം, ഓന് പേടി, എന്താ അമ്മ വേറെന്തോ വിചാരിക്കുമെന്ന്. അങ്ങനെ നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ അവനാൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം, പരിഗണിക്കുന്നവരാകണം. മക്കൾക്കത് കൊടുക്കുമ്പം, ഭാര്യക്കത് കൊടുക്കുമ്പം, ഭാര്യ അതിലൊന്ന് നീട്ടുമ്പം ഞാൻ എൻ്റെ കുട്ടിക്കളി ഒന്നല്ല എനിക്ക് വരിക്കാനായി എന്ന് പറയലല്ല, ആ ഒന്നും ഇങ്ങോട്ട് വാങ്ങി. ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം, ഇതൊക്കെയാ ഒരു കുടുംബത്തിൻ്റെ കാവല്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പോണ്ടല്ലോ മോളാവണമെന്നില്ല, മരുവോള് നെഞ്ചു പൊട്ടിക്കരയും. മരുവോള് പടച്ചോനോട് ഓരോ ഭക്തിനും പറയും, അമ്മ പോയത് എൻ്റെ പകുതിയല്ല 3/4 പോയി റബ്ബേന്ന്. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന മരക്കളിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും പടച്ചോനെ ഭയപ്പെട്ട് പരലോകം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്കൊക്കെ കിട്ടൂ, വാപ്പാക്കൊക്കെ കിട്ടൂ. അത് കിട്ടിയിട്ടുണ്ട്. ചില ഉമ്മാർക്ക് കിട്ടൂല, വാപ്പാ കിട്ടും. ചില പെൺകുട്ടികൾ പറയൂലേ, അവിടുത്തെ ഉമ്മനെ സഹിക്കാനാവൂല, പക്ഷെ വാപ്പ പാവാട്ടോ. അവിടെ നമ്മൾ പറയിപ്പിക്കേണ്ടത് ഉമ്മയും വാപ്പയും ഞങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. അത് ഭർത്താവിൻ്റെ ആയാലും ശരി, ഭാര്യൻ്റെതായാലും ശരി. ഞാൻ അവസാനിപ്പിക്കുക. ഇനി അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ, അവിടെയൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മുടെ ഏറ്റവും നല്ലൊരു മക്കൾ നമുക്ക് കാവലാകുന്നത് പോലെ മക്കൾക്ക് നമ്മളും ഒരു കാവലാകണം. അത്രക്കും മോശ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുമെന്നറിയാല 78 കേസുകളാ പെണ്ണും കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കൊടുത്ത്. ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യര്? നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും 2 പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഒളിച്ചോടി ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുൻപ്, അതിൻ്റെ ഓടുന്നതിൻ്റെ 2 ദിവസം മുൻപ് അതിൽ താമരശ്ശേരിയുള്ള പെൺകുട്ടീൻ്റെ അമ്മ എന്നെ കാണാൻ കോഴിക്കോട് വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വഴി പഴച്ചു പോകാനുള്ള ഒരു വഴി എൻ്റെ മക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഉസ്താദേ. കാരണം എൻ്റെ പിയാപ്പ എന്ന് പറഞ്ഞാൽ പടച്ചോനെ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ. എൻ്റെ മോക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തൊരു വാപ്പയാ. എൻ്റെ മോളെ ഞാൻ പ്രാണനെ പോലെ ഓളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാണ്. എന്നിട്ടും എൻ്റെ മോള് കൂടെ പഠിക്കുന്ന മുടി മുറിച്ച് സ്വയം ആണായി മാറിയ ഒരു ആണെന്ന് പറയുന്ന പെണ്ണിൻ്റെ കൂടെ പോയപ്പോൾ അമ്മക്ക് സഹിക്കുന്നില്ല. ഞാൻ ഇവിടെ പറയുന്നത് അമ്മ അനുഭവിച്ച വേദനയെ പറ്റി മാത്രമല്ല, അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട്. കോഴിക്കോട് ഞാൻ കുത്തുബ പറയുന്ന ഷാദുലി പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കലും ഞങ്ങളൊരു ടീനേജ് ക്ലാസ്സുകാർക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തൊട്ടു പിൻപിലുള്ള ഒരു സഹോദരിയാണ് സംഘടിപ്പിച്ചത്, അവരുടെ കീഴിൽ. ആ സംഘടിപ്പിച്ച സമയത്ത് അവരൊരു കൗൺസിലിങ്
അഥവാ രഹസ്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഭയപ്പെടുത്തുന്ന ചിന്തകൾ ആ മക്കളെ മനസ്സിലുള്ളത്. കാരണം പെൺകുട്ടികൾക്കൊക്കെ തോന്നി പ്രസവിക്കുക, മക്കളുണ്ടാക്കുക, പിന്നീട് അങ്ങനെ ജീവിക്കുക, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക, ആ ജീവിതം മക്കൾ ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിലേക്ക് അവരെത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട്.